ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്നൊരു നോർമൽ ഒരു വ്ളോഗാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ കുളിക്കാൻ പോവുക. കുളിച്ച് ഇനിയിപ്പോൾ റെഡിയായി കുട്ടപ്പം വന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകും. ഞാൻ പോകുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ നാളെ മൈസൂർ പോവാണ്. അതെന്തിനാണ് പോകുന്നത്, എന്താ കാര്യം നിൽക്കില്ലെന്ന് ഞാൻ വഴിയെ പറയാം. അത് ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്. കുറച്ചൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ട്രിപ്പാണ്. എന്താ പരിപാടി എന്നൊക്കെയുള്ളത് ഞാൻ നാളെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് കുറച്ചും കൂടെ അടുത്ത്. പിന്നെ ചുട്ടുമുള്ളതുകൊണ്ട് തന്നെ അമ്മേനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് അവളെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുട്ടിനെയും കൂടെ അമ്മേനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഇനിയിപ്പം നമ്മൾ കുട്ടപ്പം വന്ന് കുളിച്ച് റെഡിയായി എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. ചുട്ടുപ്പ് ഇപ്പം നല്ല ഉറക്കാം. ഞാൻ അവളെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഇതാ എല്ലാ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുട്ടപ്പം വരാൻ ലേറ്റായി. നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. ഞാനിത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന വഴി നമുക്ക് ഫുഡ് കഴിക്കണം. എന്താ പറയുക, നമ്മൾ തലശ്ശേരി ബൈപ്പാസ് വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ എണ്ണയൊക്കെ അടിച്ചു. ചുട്ടുപ്പി എന്താ അറിയില്ല, വണ്ടി കയറി അപ്പം തന്നെ എന്താ ഉറങ്ങിപ്പോയി. ആൾക്ക് ഇന്നലെ മുതലേ ചെറുതായിട്ട് വയറൊക്കെ കുറച്ച് അപ്സെറ്റായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. പുറത്തുനിന്നൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ബട്ട് എന്താണെന്നറിയില്ല. അങ്ങനെ മഴ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ബൈപ്പാസ് വഴി പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നാണ് നമ്മൾ അതുവഴി കയറിയത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റോഡ്. പക്ഷെ നമുക്ക് നല്ല പണി കിട്ടി. വരുന്ന വഴിക്ക് ഒരു ടിപ്പർ ബ്ലോക്കാക്കി നല്ല പോലെ ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ പിണറായി എത്തിയപ്പോൾ ഒമാസിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരം വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഫേവറേറ്റ് സ്പോട്ടാണിത്. എന്താ പറയുക, അത്യാവശ്യം മോശമില്ലാത്ത ഫുഡായിരുന്നു അവരത്. അതുകൊണ്ട് നമ്മളധികം ഇവിടെ തന്നെ കഴിക്കാറുള്ളത്. അവിടെ എത്തി വണ്ടി നിർത്തേണ്ട താമസം ചുട്ടൂപ്പി എണീച്ചു. അമ്മ ഇറങ്ങട്ടെ, അപ്പോഴേക്ക് അച്ഛൻ എടുക്കുമ്പോളാ. എന്താ വേണ്ട ചുട്ടാക്ക് കഴിക്കാൻ? ബിരിയാണി എന്താ വേണ്ടേ? ഞാൻ ഷുട്ടൂന് കുറച്ച് ബിരിയാണി റൈസ് ഓർഡർ ചെയ്തു. ബിരിയാണി റൈസിൽ ഞാൻ മേലെയുള്ള വൈറ്റ് റൈസ് മാത്രം കുറച്ച് എടുത്ത് കൊടുത്തു. എന്താ അറിയില്ല, ഇവൾക്ക് വയർ അപ്സെറ്റ് ആയിരുന്നു. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും പിന്നെ അവൾ എന്തായാലും പുറത്തൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് റൈസ് മാത്രം കൊടുത്തു. നമ്മൾ ചായയും പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അവളുടേത് വന്നു. അവൾ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്കൊരു പേടി നിർബന്ധിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ചായ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇത് അടിപൊളി അൽഫാമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഗാർലിക് പെപ്പർ അൽഫാം ഒരു രക്ഷയില്ലാത്ത ഗ്രേവി ആയിരുന്നു. അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ അഫ്ഗാനി ടിക്കയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പം ഇപ്പം രാവിലെ ആയിട്ടുണ്ട്, ഒരു 4:30 ആവാനായിട്ടുണ്ട്. ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴി പതുക്കെ കാണാം. ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവും. അങ്ങനെ കറക്റ്റ് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. എന്താ പറയുക, അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി അങ്ങ് എത്തി. നമ്മൾ പ്രതീക്ഷിച്ചാലും ലേറ്റ് ആവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു റോഡ്. നമ്മൾ ചുരം കയറുന്ന സൈഡിലുള്ള റോഡ് ഭയങ്കര അബദ്ധമായിരുന്നു. ഭയങ്കര അബദ്ധം എന്ന് വെച്ചാൽ അയ്യോ, കുലുങ്ങി ഒരു രക്ഷയില്ല. ചുട്ടു വണ്ടിയിൽ കയറാൻ പോകുന്ന ടൈമിൽ ജസ്റ്റ് അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ ഉറക്കത്തുനിന്ന് തന്നെ എണീപ്പിച്ച് വണ്ടിയിൽ ഇരുത്തിയതാണ്. ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തന്നെ നല്ല മഴയും തണുപ്പും കാര്യമൊക്കെ അല്ലേ, ആളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന വഴി തന്നെ ഇവിടെ ഒരു ലോറിയൊക്കെ നല്ലപോലെ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സൈഡിൽ ഒരു മരത്തിന് തങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ നിന്നു. അതുകൊണ്ടായിരിക്കും ഒന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അതിനിതാ നമ്മൾ കൂർഗിലൊക്കെ എത്തി. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ ഒരു സൈഡിൽ റോഡൊക്കെ പോകുന്ന സമയത്ത്. കണ്ടില്ലേ, ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വലിയ വീടുകൾ കാണാനേ പറ്റില്ല. എല്ലാം ചെറിയ കുട്ടി വീടുകളാണ്. അതിനിതാ ചുട്ടുപ്പി നല്ല ഉറക്കത്തിലാണ് ആൾ.
ചെറിയ ഞാൻ പറഞ്ഞില്ല വയർ അപ്സെറ്റ് ഉള്ളതുകൊണ്ട് ആൾക്ക് കുറച്ച് ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് എന്തായാലും അവളൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ കുറേ കാപ്പിത്തോട്ടവും നല്ല രസമുള്ള പൂവും. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൂക്കൾ കണ്ടിട്ട്. ഓ നോക്ക് 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 ഇങ്ങനെ പൂവിനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സൈഡിൽ പിന്നെ റേഞ്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ സ്ഥലത്തൊന്നും പോകാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ട്രാവലിംഗ് തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് ബോറായിരിക്കും എന്നറിയാം. ഈ രണ്ട് സൈഡിലും കണ്ടില്ല ആ ഒരു മഞ്ഞ യെല്ലോ കളറ് ഫ്ലവർ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക ആ ഒരു വലിയ മരത്തിൽ ഇങ്ങനെ നിറയെ കാണാൻ വേണ്ടിയിട്ട്. അതിലും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കണ്ടിട്ട്. കണ്ടില്ലേ രണ്ട് സൈഡും നിറയെ അങ്ങോളം ഉണ്ടായിരുന്നു. അതിന് ഏകദേശം നമ്മൾ കൂർഗൊക്കെ കഴിഞ്ഞ് മൈസൂർ എത്താറായിട്ടുണ്ട്. മൈസൂർ ടൗണിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ അവിടെ നമ്മൾ പരിപാടി വേഗം കഴിയുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ നല്ലപോലെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മളൊരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് കണ്ടു. ഇവിടെ നമ്മൾ മൈസൂർ എത്തുന്നതിന് മുന്നേ തന്നെ കൃഷ്ണ കഫേ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഫുഡായിരുന്നു. ബെസ്റ്റ് നെയ് റോസ്റ്റ് ഐ എവർ ഹാഡ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ മൈസൂർ എത്താറായിട്ടുണ്ട്. ടൗണിന് കുറച്ച് മുന്നേ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ല ഇങ്ങനത്തെ കുറേ സെറാമിക് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൈസൂർ എത്തി. നമ്മുടെ കാര്യങ്ങളും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷയിലും കുറച്ച് നേരത്തെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൈസൂർ പാലസ് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് അവിടെ എത്തിയപ്പം ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ഷുട്ടൂന് ഞാൻ പറഞ്ഞില്ല ആൾക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ചൊരു അപ്സെറ്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആൾ അധികം ഒരു ഉഷാറിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആക്ച്വലി അവൾ ട്രാവൽ ചെയ്യുമ്പം ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു പാനിക് ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ മൈസൂർ പാലസ് വരെ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ എത്തിയപ്പോഴാണ് അതിലും വലിയ കോമഡി ഉണ്ടായത്. നമ്മൾ വലിയ കാര്യത്തിൽ കയറി ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു. ഈ സ്ഥലം എത്തുന്നവരെ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് അവിടെ ഗൂഗിൾ പേ എടുക്കൂല, ക്യാഷ് ഓൺലി ആണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കുറച്ചൊന്ന് ചുറ്റി പിന്നെ ഒന്ന് നോക്കി പൈസ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്ന് നോക്കിയപ്പം ഭയങ്കര കുറേ കാണാനുണ്ട്. നമുക്ക് വലിയ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഷുട്ടൂൻ്റെ ആ ഒരു എന്താ പറയുക ആരോഗ്യസ്ഥിതി വെച്ച് പിന്നെ നമ്മൾ പോകുന്നില്ല തീരുമാനിച്ചു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പം കാണാം. അപ്പോൾ ഇനിയെപ്പോൾ എന്തായാലും ഇനി വരുമ്പം നമുക്ക് എന്തായാലും കയറാമെന്നുള്ളൊരു ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. എന്നുവെച്ചാൽ ഇവക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പോകണം എന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. പിന്നെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു ഡിസിഷനിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുന്ന്. എന്നാൽ പിന്നെ നമുക്കധികം ലേറ്റ് ആവാണ്ട് എന്തായാലും നാട് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി വന്നാൽ എന്തായാലും ഞാൻ നിങ്ങളെ മൈസൂർ പാലസ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഷൂട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കുതിരകളെ ഇതുവഴി കാണാൻ പറ്റി. അങ്ങനെ പോയി അധികം ലേറ്റ് ആവാണ്ട് നമ്മൾ അന്നപൂർണ്ണ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് പിന്നെ കൂടുതലും നമുക്ക് വെജാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ആന്ധ്ര സ്റ്റൈൽ ഹോട്ടലായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു ബിരിയാണി വാങ്ങിച്ചു. ഓ മൈ ഗോഡ്, നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഹെവനാണ് ഹെവൻ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ വരുന്ന വഴി ഇതാ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ എന്തായിരുന്നു സേലം മാങ്ങ പോലത്തെ മാംഗോസൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 3 കിലോന് 100 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വണ്ടിയിലാക്കി. പിന്നെ ഒറ്റ യാത്രയായിരുന്നു. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിലൂടെ ആന ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതൊക്കെ ഫുൾ അവർ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പകൽ സമയമായതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മളൊന്നിനെയും കാണില്ല. അങ്ങനെ ഷുട്ടു എന്തോ ഭാഗ്യത്തിന് കുറച്ച് ഞാൻ അവൾ കഴിക്കുന്ന വിചാരിച്ചാണ് വാങ്ങിച്ചത്. പക്ഷേ അവൾക്ക് നമ്മുടെ ഫ്ലേവർ അല്ലാത്തതുകൊണ്ട് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് അമ്മേൻ്റെ അടുത്ത് അമ്മ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മീൽസ് കുറച്ച് അവൾ കഴിച്ചു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര. കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. മങ്കീസിനെ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ച് നിർത്തിയിട്ട് വന്നു. കാരണം ഷുട്ടു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കൂർഗ് ഗേറ്റ് അവിടെ എത്തിയപ്പോൾ നമ്മുടെ തലശ്ശേരിയുള്ള പെപ്പർ പാലസ് റെസ്റ്റോറൻറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു. സെയിം സംഭവമാണ്. ഞാൻ ഒരു പുതിന ടീയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ആ ബിരിയാണി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇതിൽ കുറേ പുതിന ഹനുമാൻ ക്ഷേത്രാടോ ഇത്. നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മേലെ കയറി കളിയാ നോക്ക്. തലമാറ്റി ചുട്ടും അമ്മ കാണുന്നില്ല. അങ്ങനെ നമ്മൾ മങ്കീസിന് കുറച്ച് പഴമൊക്കെ ഇട്ട് കൊടുത്ത് മുന്നിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ രാവിലെ പറഞ്ഞ ആ സ്ഥലത്ത് ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അവർ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം നമുക്ക് പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെ അത് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ വിട്ടപ്പോൾ നമ്മളെ വണ്ടിയും കുറച്ച് മുന്നോട്ടേക്ക് വന്നു. ആൻഡ് ഇതാ നമ്മൾ പിന്നെയും കുറച്ച് കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഷുട്ടൂനെ കാണിക്കാൻ വേണ്ടി നിർത്തി. നമ്മളതിൽ പഴം ഉണ്ടായിരുന്നു ഷുട്ടൂന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കൊടുത്തു. ഒരാൾക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ അയാൾ ആ പഴം കൊണ്ട് ഒറ്റ ഓട്ടാണ്, ആർക്കും കൊടുക്കില്ല. കുറേ മങ്കീസ് ഉണ്ടായിരുന്നു, കുറേ ബേബീസും അമ്മമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അറ്റ്ലാസ് വീട്ടിലെത്തി. ഇപ്പോൾ ഒരു 6:30 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഒന്ന് ഉറങ്ങണം. രാവിലെ എണീച്ചാൽ കുറച്ചധികം ടയർഡാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് ഫ്രഷായിട്ട് ഫ്രഷപ്പ് ആക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഇതാ ഫ്രഷായി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ കുരുത്തക്കേട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ഞാൻ വഴിയുള്ള വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.